ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൽ യൂണിറ്റ് 4 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ളതൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ യൂണിറ്റ് 4 എന്താണ് പേര്? ദ ടീം റെയിൻ അല്ലേ, മഴയുടെ ഒരു ടീമാണ് ഇവിടെ. ചിത്രത്തിൽ കുറച്ച് കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. മക്കളെ പേരെന്താണ് മക്കളെ? നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പോലെ ഈ കുട്ടികൾ ഇവരെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഒന്നാമത്തെ കുട്ടി എന്താ പറയുന്നത്? ഐ ആം റിതു, ഞാൻ റിതു ആണ്. രണ്ടാമത്തെ ആള് ആമി ഈസ് ഹിയർ, ആമി ഇവിടെയുണ്ട്. മൂന്നാമത്തെ ആളോ ഹലോ ഹിയർ ഈസ് ഇമ, ഇമ ഇവിടെയാണുള്ളത് അല്ലേ. ഹായ് ഐ ആം നീലു, ഞാനാണ് നീലു. അങ്ങനെ ഓരോരുത്തരും പരിചയപ്പെടുത്താണ്. റിതു ഉണ്ട്, ആമി ഉണ്ട്, ഇമ ഉണ്ട്, നീലു ഉണ്ട് അല്ലേ. അങ്ങനെ 4 പേരുണ്ട്. അവരുടെയൊക്കെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് നോക്കിക്കേ. റെയിൻ അല്ലേ. റിതുവിൻ്റെത് ആറാണ്, ആമിയുടേത് എ, ഇമയുടേത് ഐ, നിലുവിൻ്റെത് എൻ. അപ്പോൾ എന്താ വായിക്കുക? റെയിൻ അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർ ദേ ഫ്രണ്ട്സ്? അവർ കൂട്ടുകാരാണോ? അപ്പോൾ നമുക്ക് നോക്കിയാലോ അവർ കൂട്ടുകാരാണോന്ന്. റിതു, ഇമ, ആമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ്. അപ്പോൾ അവർ കൂട്ടുകാരാണല്ലേ. ദേ വാക്ക് ടുഗദർ. എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഒപ്പമാണ് നടക്കുക, ഒരുമിച്ചാണ് നടക്കുക. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ദേ പ്ലേ ടുഗദർ, അവർ കളിക്കുന്നതും ഒരുമിച്ചാണ്. വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? അവർക്ക് എന്ത് ആണ് ഇഷ്ടമുള്ളത്? അത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. എല്ലാവരും ചിത്രത്തിൽ കളിക്കുന്നത് കണ്ടോ? അവർ ടീം ഈസ് റെയിൻ. അവരുടെ ടീമിൻ്റെ പേരെന്താണ്? റെയിൻ ആണ് അല്ലേ. റെയിൻ എന്നാണ് അവരുടെ ടീമിൻ്റെ പേര്. എന്തുകൊണ്ടാ? അവരുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് റെയിൻ എന്നുള്ള പേര് അവർ ടീമിന് ഇട്ടിരിക്കുന്നത്. അവർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. വി ആർ ഇൻ ദ റെയിൻ, അവർ മഴയത്താണുള്ളത്. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ, അവർ മഴയത്ത് കളിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ, അവർ മഴയത്ത് ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്. ഒരാൾ മരത്തിൽ വീണ മഴത്തുള്ളി കുലുക്കി മേലേക്ക് ആക്കുകയാണ് അല്ലേ, ശരീരത്തിലേക്ക് ആക്കുകയാണ്. മറ്റേ ആളോ കുട ചൂടുന്നുണ്ട്, എന്നാലും മഴയത്ത് കുട ചൂടി കൈ നനയ്ക്കുകയാണ്. മറ്റേ ആൾ വെറുതെ മഴ കൊള്ളുകയാണ് അല്ലേ, മഴയത്ത് ആർത്തുല്ലസിക്കുകയാണ്. അടുത്ത ആൾ പുഴവെള്ളത്തിൽ ചാടി കളിക്കുകയാണ്, മഴയും കൊണ്ട് വെള്ളത്തിൽ കളിക്കുകയാണ്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? ഇതുപോലൊക്കെ മക്കൾക്ക് ഇഷ്ടമാണോ മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട്? ഇനി ഇവിടെ എന്താ അവർ ചെയ്യുന്നത് നോക്കിക്കേ. ദേ ചേസ് ബട്ടർഫ്ലൈസ്, അവർ ബട്ടർഫ്ലൈസിനെ പിന്തുടരുകയാണ് അല്ലേ. ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക, പിടിക്കാൻ പോവുക. ഇറ്റ് ഈസ് ഫൺ, ഇതൊരു രസമുള്ള കളിയാണ് അല്ലേ, രസമാണ് അല്ലേ. ബട്ടർഫ്ലൈസിനൊക്കെ ഇങ്ങനെ വയ്യേക്ക് പിടിക്കാൻ പോവുക, എന്നാൽ പിടിക്കാൻ കിട്ടുകയില്ല അല്ലേ. തുമ്പികളെയും ബട്ടർഫ്ലൈസിനൊക്കെ മക്കൾ പിടിക്കാൻ പോവലുണ്ടോ? ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം, ബട്ടർഫ്ലൈസിന് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിങ്ങനെ വയ്യേക്ക് നടക്കെങ്കിലും കൂടിയിട്ട് ബട്ടർഫ്ലൈസിന് ഭയങ്കര ഇഷ്ടമാണ്. ഹാവ് യു എവർ ചേസ്ഡ് എ ബട്ടർഫ്ലൈ? അപ്പോൾ മക്കൾ ഒരു ബട്ടർഫ്ലൈസിനെ എങ്ങനെ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ആർ ദർ ബട്ടർഫ്ലൈസ് ഇൻ യുവർ ഗാർഡൻ? നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളൊക്കെ ഉണ്ടോ? പിന്നെ അവരെന്താണ് കളിക്കുന്നത്? അവർ ഫസ്റ്റ് കാണിച്ച ചിത്രത്തിലും കുട്ടികളുടെ കൂടെ എന്തുണ്ട്? ഒരു ബൈസൈക്കിൾ ഉണ്ട് അല്ലേ, ഒരു സൈക്കിൾ ഉണ്ട്. ദേ ഹാവ് എ ബൈസൈക്കിൾ, ദെയർ ബൈസൈക്കിൾ ഈസ് സൂപ്പർ. അവർക്കൊരു ബൈസൈക്കിൾ ഉണ്ട്. ദെയർ ബൈസൈക്കിൾ ഈസ് സൂപ്പർ. അവരുടെ സൈക്കിൾ അടിപൊളിയാണ് അല്ലേ, സൂപ്പറാണ്. ഇറ്റ് മൂവ്സ് അലോങ് ദ റോഡ്സ്. അവരുടെ ബൈസൈക്കിൾ എതിലാ പോവുക? റോഡിലൂടെയാണ് അല്ലേ പോവുക. മൂവ്സ് എന്ന് പറഞ്ഞാൽ നീങ്ങുക, പോവുക കേട്ടോ. ഇറ്റ് മൂവ്സ് ഓവർ ദ ഗ്രാസ്. പിന്നെ ഏതിലൂടെ പോകും? റോഡിലൂടെ അല്ലാതെ. സൈക്കിൾ ഏതിലൂടെയാണ് പോവുക? പുല്ലിലൂടെ പോവും. ഗ്രാസ് പറഞ്ഞാൽ എന്താ മക്കളെ? പുല്ലാണ് കേട്ടോ. പിന്നെയോ സംടൈംസ് ദ ബൈസൈക്കിൾ ഫ്ലൈസ്. ചില സമയത്ത് സൈക്കിൾ പറക്കുമെന്ന് നമ്മൾ പറയല്ലേ, സ്പീഡിൽ വണ്ടി ഓട്ടുമ്പോൾ നീ പറക്കുകയാണോ എന്നൊക്കെ ചോദിക്കൂലേ, അതുപോലെ ഇവിടെ പറയാണ് ചില സമയത്ത് സൈക്കിൾ പറക്കുമെന്ന്. ക്യാൻ യു റൈഡ് എ ബൈസൈക്കിൾ? നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ 4 പേരും മഴയത്ത് കളിച്ചു, പൂമ്പാറ്റകളെ പിടിക്കാൻ നോക്കി, പിന്നെ സൈക്കിൾ ചവിട്ടി. പിന്നെന്താ അവർ കളിക്കുന്നത്? പട്ടം പറത്തി കളിക്കുകയാണല്ലേ. ബ്ലൂ കളർ പട്ടം ആരുടേതാണ് മക്കളെ? ആർന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ആരുതാണ്? റിതു. പിന്നെ അടുത്തത് ബ്രൗൺ കളറിലുള്ളത് ആരുടേതാണ്? ആമിയുടേതാണ്. എ തന്നിട്ടുണ്ട് അല്ലേ.
പിന്നെ ആ പിങ്ക് കളർ ആരുടേതാണ്? ഇമ. ഐ തന്നിട്ടുണ്ട്. ലാസ്റ്റ് യെല്ലോ കളർ ആരുടേതാണ്? നിലുവിൻ്റെതാണ് അല്ലേ? എൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ താഴെ നിന്ന് പട്ടം പറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഋതു പറയാണ് ഐ വോൺ, ഞാനാണ് ജയിക്കുക എന്ന് പറയാണ് അല്ലേ. അപ്പോൾ അടുത്ത ആളെന്ത് പറയാണ്? ആമി പറയാണ് നോട്ട് യു, നീയല്ല എന്ന്. അപ്പോഴേക്കിനും മറ്റേ ആൾ ഇമ പറയാണ് നോ ഇറ്റ് ഈസ് മീ, ഇല്ല ഞാനാണ് ജയിക്കുക. അവസാനം നിലു എന്താ പറയുന്നത്? മൈ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, എൻ്റെ പട്ടമാണ് ഉയരത്തിൽ പറക്കുന്നത്. അങ്ങനെ ഓരോരുത്തരാണ് ജയിക്കുക എന്ന് പറയുക കേട്ടോ. ഹൂസ് കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, ആരുടെ പട്ടമാണ് ഉയരത്തിൽ പറക്കുന്നത്? മക്കൾ പറഞ്ഞേ, ആരുടേതാണ്? ബ്രൗൺ ആണ് അല്ലേ, എ ആണ്. ആരുടെ പട്ടമാണ്? ആമിയുടെ പട്ടമാണ് അല്ലേ. ഹൗ ഡു യു നോ ദാറ്റ്? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ ആമിയുടേതാണ് എന്നുള്ളത് അതിൽ എ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ലേ മനസ്സിലായത്? പട്ടൊക്കെ പറത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്താ ചെയ്യുന്നത്? ചിത്രത്തിലേക്ക് നോക്കിക്കുക മക്കളെ. മരത്തിൻ്റെ മുകളിൽ കയറുകയാണല്ലേ. ഒരാൾ കയറുന്നുണ്ട്, ഒരാൾ മരത്തിൽ തൂങ്ങുന്നുണ്ട്, ഒരാൾ സൂര്യനെ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച പോലെ എടുക്കുന്നുണ്ട് അല്ലേ. പിന്നെയോ പഴങ്ങൾ പറിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവർ പറയുന്നത് നോക്കാം. ദ ടീം റെയിൻ ലൈക്സ് ടു ക്ലൈംബ് ട്രീസ്. റെയിൻ, മഴ എന്ന് പറയുന്ന ഈ ടീമിന് മരത്തിൽ കയറാൻ വളരെ ഇഷ്ടമാണ്. മക്കൾക്ക് മരത്തിൽ കയറാൻ ഇഷ്ടമാണോ? ഇവർക്ക് മരത്തിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഋതു പറയാണ് ലുക്ക് നിലു, ഹിയർ ഈസ് എ മാംഗോ. ഋതു സെഡ്, ഋതു പറയാണ് ഇങ്ങോട്ട് നോക്ക് നിലു, ഇവിടെ മാങ്ങയുണ്ട്. പിന്നെ ആമി എന്താ പറയുന്നത്? ലുക്ക് ദ സൺ ഈസ് ഇൻ മൈ ഹാൻഡ്. ഇതാ സൂര്യൻ ഇതാ എൻ്റെ കയ്യിലാണ് എന്നല്ലേ. ഇങ്ങനെ കൈ വെച്ചിട്ട് പറയാണ് സൂര്യൻ എൻ്റെ കയ്യിലാണ്. ഹേ ഐ ക്യാൻ സീ ദ ഹിൽ. ഇമ ഷൗട്ടഡ്. ഇമ ശബ്ദമുയർത്തി പറയാണ് എന്ത്? ഐ ക്യാൻ സീ ദ ഹിൽ. എനിക്ക് ഇവിടെ നിന്നാൽ കുന്നുകളൊക്കെ കാണാം. ഇനി എന്താ അവർ ചെയ്യുന്നത് നോക്കാം. അവരെല്ലാവരും മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ദ ടീം റെയിൻ ഈസ് ഓൺ എ ട്രീ. അവരെല്ലാവരും മരത്തിൻ്റെ മുകളിലാണ്. ലുക്ക് ദർ ഈസ് എ റെയിൻബോ, ഋതു സെഡ്. ഋതു പറയാണ് അങ്ങോട്ട് നോക്ക്, അതാ അവിടെ ഒരു മഴവില്ല് അല്ലേ, റെയിൻബോ മഴവില്ല്. ലെറ്റ് us ടച്ച് ഇറ്റ് സെഡ് ആമി. ആമി പറയാണ് നമുക്കത് തൊടാം. അപ്പോൾ ആസ്ക്ഡ് ഹിമ ചോദിക്കുകയാണ് ബട്ട് ഹൗ, അതെങ്ങനെ, പക്ഷെ എങ്ങനെ നമുക്ക് തൊടാൻ പറ്റും? ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ്, നിലു സെഡ്. നിലു പറയാണ് അത് പിന്നെ കുന്നിൻ്റെ മുകളിലാണുള്ളത് എന്നല്ലേ. അപ്പം കം ലെറ്റ്സ് ഗോ ദർ സെഡ് ഋതു. അപ്പോൾ ഋതു എന്താ പറയുന്നത്? എന്നാൽ നമുക്ക് ആ കുന്നിൻ്റെ മുകളിലേക്ക് പോകാം, അങ്ങോട്ട് പോകാമെന്ന് പറയാണ്. ഈസ് ദ റെയിൻബോ റിയലി ഓൺ ദ ഹിൽ? മക്കൾ പറഞ്ഞേ, ശരിക്കും മഴവില്ല് കുന്നിൻ്റെ മുകളിലാണോ ഉള്ളത്? അപ്പോൾ അവർ ക്ലൈംബ് അപ്പ് ദ ഹിൽ, കുന്നിൻ്റെ മുകളിലേക്ക് കയറാണ് മഴവില്ലിനെ തൊടാൻ വേണ്ടിയിട്ട്. ടച്ച് ദ റെയിൻബോ അല്ലേ, മഴവില്ലിനെ തൊടാം. അപ്പോൾ അവർ പറയാണ് ക്ലൈംബ് അപ്പ് ദ ഹിൽ ടച്ച് ദ റെയിൻബോ. നമുക്ക് കുന്നിൻ മുകളിൽ കയറി റെയിൻബോയെ ടച്ച് ചെയ്യാം. ലെറ്റസ് സിറ്റ് ഓൺ ഇറ്റ്, ലെറ്റസ് സിറ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇരിക്കാം. എന്നിട്ടോ ലെറ്റസ് സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിങ് എ സോങ്. എന്നിട്ട് നമുക്കൊരു അവിടെ മുകളിൽ ഇരുന്നിട്ട് ഒരു പാട്ടൊക്കെ പാടാം അല്ലേ. ക്യാൻ ദ ടീം റെയിൻ ടച്ച് ദ റെയിൻബോ? ടീം റെയിന് റെയിൻബോ ടച്ച് ചെയ്യാൻ പറ്റുമോ മക്കളെ? അപ്പോൾ അവർ റെയിൻബോ നോക്കി ഒരു പാട്ട് പാടുകയാണ് അല്ലേ. ലുക്ക് അറ്റ് ദ റെയിൻബോ, ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്, ഇറ്റ് ഈസ് എ സർക്കിൾ, എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്, എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ. ലുക്ക് അറ്റ് ദ റെയിൻബോ, റെയിൻബോ നോക്ക്, ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്, അത് റൗണ്ട് ഷേപ്പിലാണ് അല്ലേ, വട്ടത്തിലാണ്. ഇറ്റ് ഈസ് എ സർക്കിൾ, ഇതൊരു സർക്കിളാണ്, ഒരു വട്ടമാണ് അല്ലേ. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്, പല കളേഴ്സുള്ള വലിയൊരു വട്ടമാണ്. എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ, ആകാശത്ത് പല നിറത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു വട്ടമാണ് എന്ത്? റെയിൻബോ. ഹാവ് യു സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ? മക്കൾ വട്ടത്തിൽ റെയിൻബോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. വട്ടത്തിലേറാ ഷേപ്പിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ മക്കൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? പിന്നെന്താ അവരെ മക്കളെ ചെയ്യുന്നത്? ലെറ്റസ് ടച്ച് ഇറ്റ്, കമോൺ ക്വിക്ക് ജമ്പ് അപ്പ് 1 2 3. അപ്പോൾ ലെറ്റസ് ടച്ച് ഇറ്റ്, നമുക്ക് തൊടാം. കമോൺ ക്വിക്ക്, പെട്ടെന്ന് വാ. ജമ്പ് അപ്പ് എന്നല്ലേ, പെട്ടെന്ന് ചാട് എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞാൽ അവർ ചാടുകയാണ്. വിൽ ദ ടച്ച് ദ റെയിൻബോ? അവർക്ക് ടച്ച് ചെയ്യാൻ കഴിയുമോ? അവർക്ക് തൊടാൻ കഴിയുമോ മഴവില്ലിനെ?
മക്കളെ അങ്ങനെ അവർ തൊട്ടു കേട്ടോ, റെയിൻബോ തൊട്ടു. വി ഗോട്ട് എ റിങ്, അങ്ങനെ ഞങ്ങൾക്കൊരു റിങ് കിട്ടി. എ കളർഫുൾ റിങ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു റിങ് കിട്ടി എന്ന് പറയാണ് അവർ. കം സ്വിങ് ഓൺ ഇറ്റ്, അപ്പം നമുക്ക് വരൂ നമുക്കിതിൽ ആടാമെന്ന് പറഞ്ഞിട്ട് ലെറ്റ് സിങ് എ സോങ്, എന്നിട്ട് നമുക്കൊരു പാട്ട് പാടാം അല്ലേ, ഊഞ്ഞാലിൽ പോലെ ആടി ഒരു പാട്ടൊക്കെ പാടാമെന്ന് പറയണം. എന്താ അവർ പാടുന്നത്? സ്വിങ് 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 സിങ് 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 വി ഗോട്ട് എ റിങ് ഇറ്റ് ഈസ് എ പ്രെറ്റി തിങ്. അങ്ങനെ അവർ പാട്ട് പാടുകയാണ്. ഡു യു സിങ് വെൻ യു സ്വിങ്? മക്കളിങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടുന്ന സമയത്ത് പാട്ടൊക്കെ പാടാറുണ്ടോ? അവർ പാട്ടൊക്കെ പാടി ആടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ദ റിങ് ബ്രോക്ക് അല്ലേ, പെട്ടെന്ന് ആ റിങ് പൊട്ടി. സം പീസസ് ഫെൽ ഡൗൺ, കുറച്ച് പീസൊക്കെ എന്തായി? താഴെ വീണു അല്ലേ. അതാ എല്ലാവരും താഴേക്ക് വീഴുന്നുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ പീസസ്? അപ്പോൾ ആ ഒരു വീണ പീസിന് എന്താ സംഭവിച്ചത്? നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ ദാ ചിത്രത്തിലേക്ക് നോക്കിക്കേ, നിറയെ പൂക്കളാണ് അല്ലേ. ദ ഫോളൺ പീസസ് ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ്, നിലത്ത് വീണ് പൊട്ടി ആ പീസൊക്കെ എന്തായിട്ട് മാറി? പൂക്കളായിട്ട് മാറി. ദ ഫ്ലവേഴ്സ് ഫിൽഡ് ദ വാലി, ഈ താഴ്വര മൊത്തം പൂക്കളെ കൊണ്ട് നിറഞ്ഞു അല്ലേ. ചിത്രത്തിൽ കാണുന്നത് പോലെ ഭംഗിയുള്ള സ്ഥലമായില്ലേ. ദ വാലി ബിക്കെയിം കളർഫുൾ, അങ്ങനെ ഈ താഴ്വര കളർഫുള്ളായിട്ട് മാറി. ഇനി നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് അല്ലേ. മക്കൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഒന്നാമത്തെ ചിത്രം എന്താണ്? പട്ടമാണ് അല്ലേ, കൈറ്റ്. രണ്ടാമത്തേതോ സൂര്യനാണ്, സൺ. മൂന്നാമത്തേത് സൈക്കിളാണ് അല്ലേ, ബൈസൈക്കിൾ. നാലാമത്തേതോ മഴവില്ലാണ്, റെയിൻബോ. പിന്നെ പൂക്കളാണ്, പൂക്കൾക്ക് എന്താ പറയുക? ഫ്ലവേഴ്സ്. പിന്നെയോ മരമാണ് അല്ലേ, മരത്തിന് ട്രീ എന്നാണ് പറയുക. അപ്പോൾ മക്കളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, നാലാമത്തെ യൂണിറ്റായ ദ ടീം റെയിനിലെ ഈ ലെസണിൽ ഇത്രയാണ് കേട്ടോ പഠിക്കാനുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.